ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിക്കും. അതെ, 20 വർഷത്തിന് ശേഷം കൂട്ടുകാരെ കാണാൻ ശിവാസം പഠിച്ചാ ഇവനാണ് നമ്മുടെ മെയിനാള്. അച്ഛന്റെ ഓഫീസിൽ കയറിയുള്ള മെയിനാള് ഇവനാണ്. ഗ്രൂപ്പിന്റെ ഐശ്വര്യം. ഇന്നത്തെ വീഡിയോ ഒരു കോളേജ് റിയൂണിയൻ വീഡിയോ കേട്ടോ. 20 വർഷം മുമ്പ് പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സിനെ കാണാൻ പോവാട്ടോ. അപ്പം ഞങ്ങളുടെ പ്രീ ഡിഗ്രി ബാച്ചിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞങ്ങളാണ് അങ്കമാലി ഡീപോൾ കോളേജിലെ ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച്. അതിനുശേഷമാണ് +2 ഒക്കെ കൂടുതലായി വന്നത്. അപ്പോൾ ഇതാട്ടോ മീറ്റിംഗ് പോയിന്റ്, സുവർണ ഉദ്യാനം ബയോളജിക്കൽ പാർക്ക്. ഇത് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്ലേസ് ആട്ടത്. നമ്മൾ വിപിനാണ് നമ്മളെ ഈ സ്ഥലം സജസ്റ്റ് ചെയ്തേട്ടോ. ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മിഥുനാട്ടോ. മിഥുൻ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആളാട്ടോ. മിഥുനാണ് നമ്മൾ അങ്കമാലിയിൽ നിന്ന് പിക്ക് ചെയ്തത്. 2 മണി കഴിഞ്ഞു. 2 മണി കഴിഞ്ഞിട്ട് ഇതാ ഞാന്, മിഥുൻ, ജസാദ് 3 പേരെ എത്തിയിട്ടുള്ളൂ. ബാക്കി ആരും എത്തിയിട്ടില്ല. പറഞ്ഞ സമയത്ത് അന്നും ഇന്നും ക്ലാസ്സിൽ കയറല്ലോ പിള്ളേര്. അപ്പോൾ ഇതാട്ടോ നേരത്തെ പറഞ്ഞ QR കോഡ്. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയാം കേട്ടോ. ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ നമ്മൾ എത്ര ആളുണ്ട്, നമ്മൾ വന്ന വാഹനം ഏതാണ്, അതുപോലെ ക്യാമറ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടും കേട്ടോ. ഈ ടിക്കറ്റ് നമ്മൾ ഗേറ്റിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇവിടെ രാവിലെ 9 മണി തുടങ്ങി 6 മണി വരെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. ഇവിടെ അടുത്തുള്ള ഒരു 2 കിലോമീറ്റർ അപ്പുറത്തോ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു സ്ഥലം, ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റേതായ ഒരു തിരക്ക് കുറവും കൂടിയുണ്ട്. അത് നമുക്കും നല്ലതാണ് സത്യത്തിൽ. ഞാൻ വരുമ്പോൾ അതൊരു പ്രത്യേകം നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു കാടിനകത്ത് ചെന്ന് പെട്ട പ്രതീതിയാണ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ. ഫുള്ള് മരങ്ങൾ, നല്ലൊരു ആംബിയൻസാണ്. നമ്മൾ എയർപോർട്ടിനടുത്ത് അത്താണി ഹൈവേയിൽ നിന്ന് ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ, ഇപ്പം നമ്മൾ തന്നെ ഈ സ്ഥലം ഇന്ന് സെലക്ട് ചെയ്യാൻ കാരണം അതുകൊണ്ടാണല്ലോ. വരുന്ന എല്ലാവരും വണ്ടറടിച്ച് നിൽക്കും. എന്ന് വെച്ചാൽ സൂപ്പറാണ്, ആരും നമ്മളെ കുറ്റം പറയില്ല. അത്ര നല്ല സ്ഥലമാണിത്. ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാം, ടേക്ക് ഓഫ്. നമ്മുടെ തൊട്ടപ്പുറത്താണ് ഗോൾഫ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് റൺവേ. അപ്പോൾ അത്ര അടുത്താണ്, എയർപോർട്ടിന് അത്രയും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ വളരെ കാം ആൻഡ് ക്വൈറ്റ്. വിപിൻ പറഞ്ഞത് കറക്റ്റാട്ടോ. ഇത്ര കാം ആൻഡ് ക്വയറ്റായൊരു പ്ലേസ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ പ്ലേസ് ആട്ടോ. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു മസ്റ്റ് വിസിറ്റ് പാർക്കാട്ടോ. വിപിൻ മിഥുൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങിട്ടോ. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട് യാത്ര? സൂപ്പറായിരുന്നു, അടിപൊളി. ഒരു ബ്ലോക്കിൽ എത്താൻ പറ്റി. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിക്കും. അതെ, 20 വർഷത്തിന് ശേഷം കൂട്ടുകാരെ കാണാൻ ചുള്ളനായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസമില്ല. എന്തൊക്കെയുണ്ട്? നീ ഇറങ്ങിയോന്ന് പറയാൻ വേണ്ടി വിശേഷം. ജോലി കഴിഞ്ഞു അല്ലേ? 2 മണി വരെ. ഞാൻ നേരത്തെ ഇറങ്ങിയതാ. പിടിച്ചാനാ നീ? അത് ശിവാസം പിടിച്ചാ കോളേജ് ഓർമ്മ. Ready, 1, 2, 3.
ഞാൻ BMW കുവൈറ്റില്. വീട്ടില് അവിടെ ടെക്നിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യണം. അടിപൊളി. അങ്ങോട്ട് പെരുന്നാളില് അല്ല അങ്ങോട്ട് പള്ളിയില്ല. ഓ അതൊക്കെ ഓർമ്മയില്ല. ചെറുതായിട്ട് തുടക്കങ്ങള് ഇല്ല, അത് അതിനു മുമ്പ് നമ്മള് തുടങ്ങിയിട്ടുണ്ടല്ലോ. പെരുന്നാൾ അല്ല ടൂർ പോയപ്പോ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മളെ കഥകളുണ്ടല്ലോ. അച്ഛന്റെ മുറി കയറിയത് ഓഫീസിലൊക്കെ അന്ന് നീ ഉണ്ടായിരുന്നില്ലേ? ഇവനായിരുന്നു മെയിനാള്. ഇവനാണ് നമ്മുടെ മെയിനാള്. അച്ഛന്റെ ഓഫീസിൽ കയറിയുള്ള മെയിനാള് ഇവനാണ്. എന്റെ ഓർമ്മ പറഞ്ഞുതരാം. എന്തോ സാധനം പിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോ അല്ലല്ല അച്ഛൻ പിടിച്ച കേസ്. എന്റെ ഫ്രണ്ടിലെ ബെഞ്ചിലെല്ലാവരും, എന്റെ ബെഞ്ചിലെല്ലാവരും, എന്റെ പുറകിലെ ബെഞ്ചിലെല്ലാവരും എഴുതിപ്പിക്കുന്നു. ഞാൻ മാത്രം ഇങ്ങനെ എനിക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു റിഗ്രറ്റ് ഉണ്ട്. ഈ കുറ്റം ഞാൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അത് പറഞ്ഞ് സന്തോഷിക്കുന്നില്ലേ? അതാണ് ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് ഇവനും കൂടി ഞാൻ ഇവന്റെ അടുത്താണല്ലോ ഇരിക്കണേ. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഞെട്ടൊടിക്കുന്ന നമ്പറൊന്നും ഗെയിമും നെറ്റൊടിക്ക് എത്ര നെറ്റൊടിക്കും എന്നുള്ളത് ഇവന് മലയാളം സാറ് ജയിക്കും സാറ് ക്ലാസ്സിൽ തന്നെ ഞെട്ടൊടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവൻ ഞെട്ടൊടിച്ചോണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് നോക്കിട്ട് പറയണേ. അപ്പൊ ഇവനെ ചെവിയിലൊന്നും അല്ല അന്ന് നമുക്ക് അങ്ങനത്തെ ഗെയിമുകളൊക്കെ ഉള്ളു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗെയിമൊക്കെ വേറെ ഉള്ളത്. എന്നോട് ചെവിട്ടി പോയിട്ട് പുള്ളിയാണെങ്കിൽ ഇങ്ങനെയാണ്. പുള്ളിയുടെ ആക്ഷൻ എങ്ങനെയാണോ? എനിക്ക് അവിടെ ഞാൻ പറയണ പറയണ ബേബി സാറേ, ബേബി സാറിനെ നമ്മള് ടൂറിന് ക്ഷണിക്കാണ്. സാറേ ടൂർ തന്നെ ഞങ്ങളുടെ കൂടെ വരുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞാണ് അതെ ഇവിടെ പിള്ളേരും ശങ്കര കോളേജിലെ പിള്ളേരും ടൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ശങ്കര കോളേജിലൊക്കെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ട് കടലിൽ കിടന്ന് മറയും. നമ്മുടെ പിള്ളേർ ടൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാറുമാർ പറയും മക്കളെ ഇതാണ് കടൽ. അപ്പോൾ നമ്മുടെ പിള്ളേർ കടലാണല്ലേ. ഈ രീതിയിലുള്ള ഒരു നേച്ചറാണ് നമ്മുടെ പിള്ളേരുടെ. ഇങ്ങനെയൊന്നല്ല നിങ്ങൾ ടൂർ പോകണ്ടെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു പിള്ളേർ കടകടാന്നുള്ള ചിരിയായിരുന്നു അത്. ഐമിനെ സംസാരിച്ചിട്ട് ഐമിനെ പുറത്താക്കി. അല്ല ഐമി എന്താ പറഞ്ഞിട്ട് ആ ഡെസ്കില് ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ, സാറ് നിൽക്കുന്ന ഡെസ്കിൽ ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ. ഐമി ആ ഡെസ്കുമ്പോൾ പോയി പുള്ളി അവിടെ നിൽക്കണം, ഇങ്ങനെ പോയി പിടിച്ചിട്ട് ചെരുപ്പിന്റെ വള്ളിയൊക്കെ ഇട്ടിട്ട് കൂളായിട്ട് അറിയും. ഞാൻ അന്ന് ഐമിയുടെ ആരാധകനായിരുന്നു. ഞാനെത്തി, ജിയറെത്തി, മെറിനെത്തി, അരുണെത്തി, അനിലെത്തിയിട്ടില്ല, രജിതെത്തിയിട്ടില്ല, മിഥുനെത്തി, വർഗീസ് എത്തി, വിപിനെത്തി, ജസാദെത്തി, ഇവരെത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ ഡിഗ്രി ഗ്യാങ്. അപ്പോൾ എല്ലാവരും ഇല്ലാട്ടാ. അപ്പോൾ നമ്മളിവിടെ നാട്ടിലുള്ളവരും അവൈലബിൾ ആൾക്കാരാണ് കൂടിയത്. അപ്പോൾ ഇതിൽ ജോയ്സും കുട്ടികളാണ് ആദ്യം വരുന്നത്, പിന്നെ വർഗീസ്, പിന്നെ വിപിനും ഷിനോയും, ജെറി, മെറിൻ, ഐമി, സജിനി, രജിത, മിഥുൻ, പിന്നെ അരുണും അനിലും ആട്ടോ. അത് ഇത് ജോയ്സ് ആട്ടോ. ജോയ്സിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ട്യൂട്ടർ. അപ്പോൾ ഞങ്ങളൊക്കെ 90s കിഡ്സാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പം അല്ലേ ബേസൊക്കെ പണ്ട് അന്ന് എനിക്ക് ട്യൂട്ടർ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ആളാണ് അച്ഛൻ. അന്നും ഇന്നും ജോയ്സിൻ്റെ സബ്ജക്റ്റ് സൗണ്ടാണ് അല്ലെങ്കിൽ ഹോം തിയേറ്ററാണ്. കാരണം നീ വീട്ടിൽ ഏത് ഹോം തിയേറ്റർ യൂസ് ചെയ്യുന്നത്? ട്യൂട്ടർ ഉണ്ടോ, സബ് ഊഫർ ഉണ്ടോ? ഇതൊക്കെ ജോയ്സ് എന്ന് വിളിച്ചാലും ചോദിക്കാം. പറയും ജോയ്സ് ട്യൂട്ടറിനായിരുന്നു പറഞ്ഞാൽ ഷുവർ ദാറ്റ്. അതിനകത്തൊന്നും പറയാനില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പേഴ്സണലായിട്ടും ഞാൻ സൗണ്ടിനോടാണ്. എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ടെൻഷൻ വന്ന സമയത്തും ഒക്കെ റിലീഫ് വന്നത് സൗണ്ട് സിസ്റ്റങ്ങളാണ്. ട്യൂട്ടറാണ്. ട്യൂട്ടറൊന്നും പറയാൻ പറ്റില്ല, എന്താണെന്നറിയില്ല. എനിക്ക് സൗണ്ടിനോട് ഭയങ്കര ക്രൈസാണ്. എന്തൊക്കെ ഉണ്ട് മച്ചാൻ, എത്ര നാളെ കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്. എന്നാലും പാട്ട് പാടിയല്ലോ കോളേജിൽ വെച്ചിട്ട്.
പിന്നിലുള്ള സംഭവം അപ്പൊ ഒരുത്തൻ തോണ്ടിക്കൊണ്ട് എടാ അവളെന്തിട്ട് പറഞ്ഞേ നിനക്ക് മനസ്സിലായോ? ഒന്നും മനസ്സിലാവണെങ്കിൽ നീ വേറെ കാര്യം അന്നേ അവളെ ഇംഗ്ലീഷ് പാട്ട് പാടി നമ്മളെ പറ്റിക്കൂലേ, നമുക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് നീ എന്താ സൂചിപ്പിച്ചല്ലോ? സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്രൂപ്പിന്റെ ഐശ്വര്യം. പിന്നെ ഒരു വട്ടമേശ സമ്മേളനമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്, അല്ല എന്തൊക്കെ പഠിച്ചു, ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഫാമിലി, പിന്നെ പഴയ കുറേ തമാശകൾ, പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച കുറേ സാർമാരെക്കുറിച്ചുള്ള കുറേ തമാശകൾ, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടോ മൂന്നോ കാറ് നമ്മൾ അവിടെ പോണു, എയർപോർട്ട് ബാക്കിൽ ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ അടുത്ത്. അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിരിയണം. അതൊരു 1 hourനുള്ളിൽ. ഞാനേ ജെറിയുടെ പ്ലാൻ പൊളിച്ചതാ. അത് നന്നായി. ഷിനോ, ഞാനേ ജെറിയുടെ പ്ലാൻ പൊളിച്ചതാണ്. ഒറ്റയ്ക്ക് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയത് ടേക്ക് ഓഫ് കഫേലാട്ടോ. ഈ ടേക്ക് ഓഫ് കഫേ വന്നത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡായിട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുന്നത് അപ്സ്റ്റെയറിലാണ്. അപ്സ്റ്റെയറിലിരുന്നാൽ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. ഇതാ ഞാൻ ചോദിച്ചത്, സൗമ്യ. പിന്നെ മിഥുൻ്റെ വക ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും പഴയ ഫോട്ടോസ്, ടൂറ് പോയതിൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അരുണും ഷെറിനും അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടൂർ പോയിന്റ് മാത്രമല്ല കേട്ടോ, അന്ന് ഫെയർവെല്ലിൻ്റെയും ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇത് ഞാനാട്ടോ കോളേജ് സമയത്തുള്ള ലുക്കാണത്. എല്ലാവരും ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഷിനോൺ എന്നെ അങ്കമാലി ഡ്രോപ്പ് ചെയ്തിട്ടോ. അപ്പോൾ തിരിച്ചു തന്നെ ഒഴുകി ഹിൽട്ടൺ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹിൽട്ടൺ ഞങ്ങൾ കളിയായി കൊന്നു. അപ്പോൾ റീയൂണിയൻ കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.